ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക. കാരണം നവംബർ പകുതി തൊട്ട് ഞാനിങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ എടുക്കണം എന്നുള്ളത്. പക്ഷേ ഇതുവരെ അത് എടുത്തിട്ടില്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം എടുക്കാമെന്ന് വെച്ചു. ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ മാത്രമല്ല കേട്ടോ, ഇന്ന് വേറെ കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. ആദ്യം വീട്ടിലെ പരിപാടി കഴിഞ്ഞിട്ട് ബാക്കി നമ്മുടെ ക്രിസ്മസ് ഡെക്കോറിൻ്റെ പരിപാടി തുടങ്ങാമെന്ന് വെച്ചു. ഇന്ന് ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഞാൻ എണീറ്റ് വന്നത് തന്നെ ഒരു ഹാപ്പി മൂഡിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇൻട്രോ പറഞ്ഞ് ലാഗ് അടുപ്പിക്കുന്നില്ല. വെൽക്കം ടു ഡെയിലി ഡയറീസ് ഓഫ് ജെ ആൻഡ് എസ്. എണീറ്റ് വന്നപ്പോഴേ വെയിലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓർത്ത് ഇന്നത്തെ ദിവസം എന്തായാലും ഒരു മഴയൊക്കെ പെയ്യുമെന്ന്. പക്ഷേ മഴയുടെ ക്ലൈമറ്റും അല്ലായിരുന്നു. അവിടെ എന്തൊക്കെയോ റോഡ് പണികൾ നടക്കുന്നു. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഞാനിങ്ങനെ തലേ ദിവസം തന്നെ എഴുതി വെക്കും പിറ്റേ ദിവസം എന്തൊക്കെ പരിപാടികളാണ് ചെയ്യാനുള്ളതെന്നുള്ളത്. പക്ഷെ ചില കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടില്ല കേട്ടോ. ആ പരിപാടികൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ കെറ്റിൽ ഇന്ന് ഓണാക്കി നോക്കാമെന്നുള്ളതാണ്. കാരണം ഇന്നലത്തെ ദിവസം കെറ്റിലായിരുന്നു താരം. അത് വേറൊരു വ്ളോഗിൽ ഞങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ കെറ്റിൽ ഞാൻ ഓൺ ആക്കിയിട്ട് ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും പ്രശ്നം നടക്കുകയോ ഇല്ലയോ എന്നുള്ളത്. കെറ്റിലിൻ്റെ പൊസിഷൻ ഇതൊന്നും അല്ലായിരുന്നു. കെറ്റിലിരുന്ന സ്ഥലത്ത് വേറെ ഒരു സോക്കറ്റിലോട്ടാണ് ഞാനിപ്പോൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് അതെടുത്ത് മാറ്റാനായിട്ടുള്ള എളുപ്പത്തിലുള്ള രീതിയിലാണ് ഞാനതങ്ങനെ കണക്ട് ചെയ്ത് വെച്ചത്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ കോഫി ഉണ്ടാക്കാനായിട്ട് പോവാം. ഇവിടെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തിൽ ഒരു 8ന്റെ പണി കിട്ടിയത്. നല്ലൊരു കോഫി കുടിച്ചിട്ട് ഇന്നത്തെ ദിവസം തുടങ്ങാമെന്ന് എഴുതിയാൽ അത് നടക്കത്തില്ല. പാല് തൈരായി പോയി ഗൈസ്. അവിടെ തന്നെ ഇന്നത്തെ ദിവസം കുളമായി. എന്തായാലും പാൽ അങ്ങനെ തന്നെ കളയേണ്ടി വന്നു. ഇനിയിപ്പോൾ വേറെ പാലില്ല ഫ്രിഡ്ജിൽ. നാളെ എനിക്കൊന്ന് കടലക്കറി വെക്കണം. അപ്പോൾ പിന്നെ ഇന്ന് കടല ഒന്ന് സോക്ക് ചെയ്ത് വെക്കാമെന്ന് വെച്ചു. അതിനുവേണ്ടിയാണ് കെറ്റിൽ ഞാൻ വെള്ളം ചൂടാക്കിയത്. ബാക്കി വന്ന കടല എനിക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബോട്ടിലിനകത്ത് നിറച്ച് വെക്കാമെന്ന് വെച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡിസംബറിൽ നോയമ്പ് നോക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ പ്രാവശ്യത്തെ നോയമ്പ് ഒരു ചെറിയ രീതിയിൽ പാളിയൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ് ഇരിക്കുന്നത്. നാളെ തൊട്ട് നോയമ്പ് നോക്കണോ വേണ്ടിയോ എന്നുള്ളത്. അപ്പോൾ കോഫി ഇല്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ദോശയും മുട്ടയുള്ള കോമ്പിനേഷൻ എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ലാത്തതാണ്. പക്ഷേ സാമ്പാർ തീർന്നുപോയി. പിന്നെ സമ്മന്തി ഉണ്ടാക്കാനായിട്ട് മിക്സി വർക്കിങ്ങുമല്ല. അപ്പോൾ എന്തായാലും ഒരു തട്ടിക്കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വെച്ചു. കോഫി കുടിക്കാത്തതുകൊണ്ട് എനിക്ക് എന്തൊക്കെയോ ഒരു അസ്വസ്ഥ ഉണ്ടായിരുന്നു. എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് പോയി. രണ്ടാമത് വരുന്നൊരു പരിപാടിയായിരുന്നു ഉണങ്ങിയ തുണികളെല്ലാം മടക്കി വെക്കുക എന്നുള്ളത്. 2 സെറ്റ് ഓഫ് ക്ലോത്ത്സ് ഉണ്ടായിരുന്നു നമുക്ക് മടക്കി വെക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഓരോന്നിങ്ങനെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വാഷിംഗ് മെഷീനിനകത്ത് ഞാൻ തുണിയും വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വിരിച്ചിടാൻ വേണ്ടി. തുണിയുടെ സെക്ഷൻ ഞാൻ ഒരിക്കലും അച്ചുവിന് കൊടുക്കത്തേ ഇല്ല. കാരണം തുണി എനിക്ക് എൻ്റെതായ രീതിയിൽ ഒരു പാറ്റേണിൽ മടക്കി വെച്ചാൽ എനിക്കൊരു തൃപ്തി ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ മാത്രമേ തുണിയുടെ സെക്ഷൻ ഹാൻഡിൽ ചെയ്യത്തുള്ളൂ. ഇനി മൂന്നാമത് വരുന്നൊരു പരിപാടിയാണ്, ഒരു വലിയ പരിപാടി, മോൾഡ് ക്ലീനിങ്. നിങ്ങൾക്കറിയാമല്ലോ, വിൻ്ററിലാണെങ്കിൽ മിക്ക വീടുകളിലും മോൾഡ് കാണും. അതുകൊണ്ട് നമ്മുടെ ഈ വീട്ടിലും ഹോളിൻ്റെ ആ ഒരു ഏരിയയിൽ വിൻഡോയുടെ സൈഡിലായിട്ട് മോൾഡ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ബ്ലാക്ക് കളറായിട്ടിരിക്കുന്നതാണ് മോൾഡ്. അപ്പോൾ ഇതിനെ ഞങ്ങൾ മോൾഡിൻ്റെ ഒരു സ്പ്രേ ഉണ്ട്. അപ്പോൾ ആ സ്പ്രേ അടിച്ചിട്ട് കളയാമെന്ന് വെച്ചു. മോൾഡ് വരുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഈർപ്പം വരുന്നതിൻ്റെയാണ്. ഇവിടെയാണെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ആ വിൻഡോയുടെ സൈഡിലൊക്കെ നല്ല രീതിയിൽ വെള്ളമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കാണാറുണ്ട്. ഇനി അടുത്ത പരിപാടിയാണ് ഈ ഒരു വാർഡ്രോബിൻ്റെ ചെറിയ ഡോറ് ഫിറ്റിംഗ് എന്ന് വെച്ചാൽ ഇത് അച്ച് തന്നെ കളഞ്ഞതാണ് കേട്ടോ. അച്ച് വേറൊരു കാര്യം തപ്പി പോയിട്ട് ഞാൻ ഡ്യൂട്ടി ഇല്ലാത്ത ദിവസം ഇത് കളഞ്ഞതാണ്. അപ്പോൾ അത് അച്ച് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓർത്തു കട്ടിയൊന്നും ഇല്ലാത്ത ക്ലോത്ത്സ് എല്ലാം പെട്ടിക്കകത്തെടുത്ത് വെക്കാമെന്നുള്ളത്. കാരണം ഈ കോട്ടുകളൊന്നും എനിക്കിപ്പം വേണ്ടാത്തതാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒന്ന് പെട്ടിക്കകത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും സ്പേസ് എനിക്ക് അങ്ങ് സോർട്ട് ചെയ്ത് കിട്ടാമല്ലോ. അപ്പോൾ അതെല്ലാം കൂടി പെട്ടിക്കകത്തിട്ടു അടുക്കി വെച്ചു. അങ്ങനെ പെട്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ചെറിയ രീതിയിൽ റീപൊസിഷനിങ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്ത് പെട്ടിയായിരുന്നു ഇരുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് നിന്ന് പെട്ടി മാറ്റി വേറൊരു സ്ഥലത്ത് കൊണ്ട് വെച്ചു. ഇവിടെ ഈ ഒരു കുഞ്ഞു ട്രോളി പോലുള്ള സാധനം വെക്കാമെന്ന് വെച്ചു. അങ്ങനെ സ്പ്രേ അടിച്ച് സെക്ഷൻ ക്ലീൻ ആയിട്ടുണ്ട്. കണ്ടോ, ഇപ്പം വൈറ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. ഇപ്പം നല്ല ക്ലീൻഡ് ആയിട്ട് ഇരിപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ മോൾഡ് വരുമ്പോൾ അപ്പം ക്ലീൻ ചെയ്ത് പോകുന്നതിനെ കേട്ടോ ഏറ്റവും നല്ലത്. കാരണം മോൾഡ് ഉള്ള വീട്ടിൽ കുറച്ച് പാടാണ്. ബ്രീത്തിങ് പ്രോബ്ലംസ് ഒക്കെ നല്ല രീതിയിലുണ്ടാവും. Alexa, play I Don't Want a Lot for Christmas song. All I Want for Christmas Is You by Mariah Carey on Amazon Music. അപ്പം അങ്ങനെ ഇന്നത്തെ ഒരു ഹാപ്പി പരിപാടിയിൽ നമുക്ക് കിടന്നാലോ. ക്രിസ്മസ് ഡെക്കറേഷൻ. എൻ്റെ ആ ഹാപ്പിനെസ് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഞാൻ എന്തുമാത്രം എക്സൈറ്റഡ് ആയിരുന്നു എന്നുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മന്താണ് ഡിസംബർ. എനിക്ക് മാത്രമല്ല, മിക്ക ആൾക്കാർക്ക് ഇഷ്ടമുള്ള മന്തല്ലേ ഡിസംബർ.
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നവംബർ പകുതി തൊട്ട് ഞാൻ അച്ഛനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ എടുക്കുക എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ആ ഡെക്കറേഷനും ഈ ക്രിസ്മസ് ട്രീ ഒക്കെ ഗോഡൗണിലാണ് ഇട്ടിരുന്നത്. അപ്പോൾ അവിടുന്ന് അതെടുക്കുക വെച്ചാൽ കുറച്ച് പാടാണ്. കാര്യമൊക്കെ ഞാൻ തന്നെയാണ് അതൊക്കെ കയറ്റി വെച്ചത്. പക്ഷേ എനിക്ക് മേളിൽ നിന്ന് എടുക്കാനായിട്ട് കുറച്ച് പാടായതുകൊണ്ട് അച്ഛന് ഞാൻ അന്ന് തൊട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അച്ഛൻ എടുത്തിട്ടില്ലായിരുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഓർത്തുന്നത് പിന്നെ നവംബർ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഇടാമെന്നുള്ളത്, ഒരു 30 ആ ഒരു ടൈമിൽ ഇടാമെന്നുള്ളത്. പക്ഷേ അന്നേരം നടന്നില്ല. ഒടുവിൽ ഇന്നാണ് ആ ഒരു ദിവസം വന്നത്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു സാധനം ചെയ്യാനായിട്ടുള്ളത്. ഞാൻ ഈ ഡെക്കറേഷൻ്റെ മുകളിലൊരു ക്ലോത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, പൊടിയൊന്നും പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ കഴിഞ്ഞ വർഷം പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ കണ്ടോ, നല്ല രീതിയിൽ നല്ല വൃത്തിയായിട്ടല്ലേ എല്ലാം ഇരിക്കുന്നത്. ക്രിസ്മസിൻ്റെ സീസൺ വരുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ പണ്ടത്തെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ഓർക്കുന്നത്. കാരണം വീട്ടിൽ ഞാനും സ്റ്റാൻലിയും അമ്മയൊക്കെ ആണെങ്കിൽ പപ്പ ഇതുപോലെ തന്നെ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ എടുക്കുക എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ അന്നേരം പപ്പ എടുക്കത്തില്ലായിരുന്നു. പപ്പ എപ്പോഴും ഡിസംബർ 1 ആകാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. പിന്നെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴായിരുന്നു അമൽ ജ്യോതിയിലുള്ള ആ ഒരു ക്രിസ്മസ് സെക്ഷനൊക്കെ വന്നത്. ആ ഒരു ഹോളിഡേ ടൈമിലായിരുന്നു ക്രിസ്മസ് ട്രീ ഒക്കെ എടുത്തുകൊണ്ടിരുന്നത്. ആ ഒരു ഹോളിഡേ ടൈമിൽ ക്രിസ്മസ് ട്രീ എടുക്കും 1-2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കരോളാരി വീട്ടിൽ വരുന്നത്. അതുകൊണ്ട് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഈ ക്രിസ്മസിൻ്റെ ഡെക്കറേഷനും ട്രീയും കാര്യങ്ങളൊക്കെ ആ ഒരു വീട്ടിലുണ്ടായിരുന്നുള്ളത്. എന്തായാലും അതൊക്കെ ഒരു ഓർമ്മകളല്ലേ. ഇപ്പം എന്തായാലും തന്നെയായിപ്പോയി. ഈ പ്രാവശ്യത്തെ ഡെക്കറേഷനിൽ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ, അച്ഛൻ ഇല്ല എന്ന് പറഞ്ഞു. അച്ഛൻ ഇങ്ങനത്തെ കാര്യത്തിലൊന്നും അങ്ങനെ വലിയ ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം എനിക്ക് പൊതുവെ ഈ കാര്യത്തിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് അച്ഛനെ പറഞ്ഞ് നീ തന്നെ ഈ പ്രാവശ്യം എല്ലാം ചെയ്തോളാൻ. അതുകൊണ്ട് ഈ പ്രാവശ്യം എല്ലാ കാര്യങ്ങളും ഞാൻ മാത്രമാണ് ചെയ്തത്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ പ്രാവശ്യം ഞാൻ ഒരു കാര്യം ക്രിസ്മസിന് വേണ്ടി മേടിച്ചിട്ടില്ല. ഡെക്കറേഷൻ പോലും ഞാൻ ഒന്നും മേടിച്ചിട്ടില്ല. എല്ലാം കഴിഞ്ഞ വർഷം ഉപയോഗിച്ച ആ സെയിം കാര്യങ്ങളാണ് ഈ വർഷം ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ വർഷം ഷെഫീൽഡിലെ വീട്ടിലായിരുന്നു, ഈ പ്രാവശ്യം ടെൻബ്രിഡ്ജ് വെൽസിലെ വീട്ടിലാണ്. അപ്പം 2 ക്രിസ്മസ് 2 വീട്ടിലായിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ രീതിയിൽ ഡെക്കറേഷനിൽ ഒരു ചെറിയ വ്യത്യാസം കാര്യങ്ങളൊക്കെ കാണുമല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മേടിച്ചത് ട്രീയും കുറച്ച് ബോൾസും അങ്ങനത്തെ ഒക്കെ ഡെക്കറേഷൻസ് മാത്രമായിരുന്നു കേട്ടോ. ഞാൻ UK വന്നപ്പോഴത്തേക്ക് കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ കുഞ്ഞി ക്യാൻഡിൽസ്, പിന്നെ മേരി ക്രിസ്മസ് എന്ന് എഴുതിയ ആ ഒരു സാധനം, പിന്നെ ബോയ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വേറെ പല ഡെക്കറേഷൻസ്, ഈ ക്രിസ്മസ് ബോൾസും പിന്നെ വേറെ കുറച്ച് ക്യാൻഡിൽസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ പിന്നീട് കഴിഞ്ഞ വർഷമാണ് ഞാനതെല്ലാം മേടിക്കുന്നത്. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ UK വന്നപ്പോൾ തൊട്ടുള്ള കാര്യങ്ങളുണ്ട് ഇപ്പം എൻ്റെ കയ്യിൽ. എല്ലാം ഒരു ഷോപ്പിലല്ല കേട്ടോ മേടിച്ചത്, പല പല ഷോപ്സിലായിട്ടാണ്. കഴിഞ്ഞ വർഷം വിൽക്കോ ഉണ്ടായിരുന്ന ടൈമിലാണ് നമ്മൾ ആ ക്രിസ്മസ് ട്രീ മേടിച്ചത്. ക്രിസ്മസ് ട്രീ അതിൻ്റെ കൂടെ ഉള്ള ആ ഒരു ലൈറ്റ് മേടിച്ചത്. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം പൗണ്ട്ലാൻഡ്, ഹോം ബാർഗെയിൻസ്, ഷീൻ, ടെമു അങ്ങനത്തെ ഒക്കെ പല പല സ്ഥലത്തു നിന്നാണ് മേടിച്ചത്. അപ്പോൾ എല്ലാം ഒരു പ്രോപ്പർ ഷോപ്പിൽ നിന്നൊന്നുമല്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ട്രീൻ്റെ ആ ഒരു ഡെക്കറേഷൻ ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഫാമിലി ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും നല്ലതെന്ന് ഞാൻ നല്ല രീതിയിൽ ആഗ്രഹിച്ചിട്ടുണ്ട്. എൻ്റെ കൊച്ചിൽ തൊട്ട് ഞാൻ കണ്ടു വളർന്നൊരു കാര്യമാണ് എല്ലാവരും കൂടി ഒരുമിച്ചായിരിക്കും ഡെക്കറേഷനൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പപ്പ സ്റ്റാറിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യും, മമ്മിയും ഞാനും അനിയനാണെങ്കിൽ ക്രിസ്മസ് ട്രീൻ്റെ ഡെക്കറേഷനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യും. ഒരു നല്ല രസമായിരുന്നു ഫാമിലി. ശരിക്കും പറഞ്ഞാൽ അതൊരു ഫാമിലി ടൈമാണ്. ഈ പ്രാവശ്യം അച്ചുവിൻ്റെ അമ്മ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും അമ്മ ചേട്ടൻ്റെ കൂടെയാണ്, അപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ 3 പേരും കൂടി ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തേനെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം ഒരു കോമൺ കാര്യം നടന്നതെന്ന് വെച്ചാൽ 3 പേരുടെ വീട്ടിലും ക്രിസ്മസ് ട്രീ വെക്കുന്ന ഒരു ദിവസമായിരുന്നു. എൻ്റെ വീട്ടിലാണെങ്കിലും പപ്പയും അമ്മയും അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചേട്ടൻ്റെ വീട്ടിലാണെങ്കിലും ചേച്ചി അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു കോയിൻസിഡൻസ് ആയിപ്പോയി കേട്ടോ. കാരണം ഞാൻ 2 വീട്ടിൽ വിളിച്ചപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ അവർ 2 പേരും ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. രാവിലെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ചേച്ചി അവിടെ ചെയ്യുന്നത് കാണിച്ചു തന്നു. പിന്നെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ചത്. അപ്പം മമ്മി അത് ചെയ്തുകൊണ്ടിരിക്കുന്ന പപ്പ കാണിച്ചു തന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അതൊരു ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. അപ്പോൾ ഇതൊക്കെയാണ് ക്രിസ്മസ് ട്രീയിലും ചുറ്റുപാടത്തൊക്കെ വരുന്ന ആ ഒരു ഡെക്കറേഷൻസൊക്കെ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ക്രിസ്മസ് ട്രീ ഒന്ന് പൊളിച്ച് നോക്കാം. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ വർഷം പാക്ക് ചെയ്ത ടൈമിലൊന്ന് ടേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പൊളിക്കാനായിട്ട് നോക്കി. പക്ഷേ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് അവിടെ ഒരു ഹോള് പോലെ ഇരുന്നുകൊണ്ടാണ് ഞാൻ അവിടെ ടേപ്പ് ചെയ്ത് വെച്ചെന്നുള്ളത്. അവിടെ അല്ലായിരുന്നു ഓപ്പണിങ്, വേറൊരു ഓപ്പണിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഓപ്പണിംഗ് ഒക്കെ ഞാൻ ഓപ്പൺ ആക്കി ക്രിസ്മസ് ട്രീ ഒക്കെ എടുത്ത് പുറത്തിട്ടു. അപ്പോൾ ഇത്രയും ക്യാൻഡിൽസ് ഉണ്ട് കേട്ടോ നമുക്ക്. ഈ പ്രാവശ്യം മേടിച്ച ആകെ ഒറ്റൊരു ക്യാൻഡിലേ ഉള്ളൂ, ആ ഒരു കുഞ്ഞ് ബ്രൗൺ കളർ ക്യാൻഡിലായിരുന്നു. ബാക്കിയെല്ലാം പഴയ സാധനങ്ങളാണ് കേട്ടോ. ഇനിയിപ്പോൾ ക്രിസ്മസ് ട്രീ ആദ്യം നമുക്ക് സെറ്റ് ചെയ്യാം. ഈ ഒരു ക്രിസ്മസ് ട്രീയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വൈറ്റ് ഗ്രീൻ ക്രിസ്മസ് ട്രീ ആണ്. അപ്പോൾ ഈ വൈറ്റ് ശരിക്കും ആ ഒരു സ്നോയിൻ്റെയാണ് അവർ കാണിക്കുന്നത്. ഇത് ഞാൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുമാതിരി സ്നോ എൻ്റെ തലയിലോട്ട് വീഴുന്ന പോലെ ആയിരുന്നു. എല്ലാം ഇങ്ങനെ പൊടി വീഴുന്ന പോലെ ഫുള്ള് ഇങ്ങനെ വീണുകൊണ്ടിരുന്നു. ആ തറ ഫുള്ള് പൊടിയായിപ്പോയി.
ഈ ഒരു റീജിയനിൽ എന്തായാലും പറ്റിയൊരു ക്രിസ്മസ് ട്രീ തന്നെയാണ്. കാരണം ഒരു വിൻ്റർ ക്രിസ്മസ് ഒക്കെ കാണിക്കാൻ പറ്റിയൊരു ഫീലാണ് ആ ഒരു ക്രിസ്മസ് ട്രീ. പിന്നെ റെഡ് ആണല്ലോ ഫുൾ ഡെക്കറേഷൻ ഒക്കെ വരുന്നത്. ആകെ കുറച്ച് മാത്രമേ ഉള്ളൂ മിക്സ്ഡ് കളർ വരുന്നതുള്ളത്. ബാക്കി എല്ലാം റെഡാണ്. അതുകൊണ്ട് ആ ഒരു ഡെക്കറേഷൻ വരുമ്പോൾ നല്ല രസമാണ് ഈ ഒരു ട്രീ കാണാനായിട്ട്. കഴിഞ്ഞ വർഷം നിങ്ങൾ കണ്ടല്ലോ, വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ട്രീ ഡെക്കറേറ്റ് ചെയ്തത്. അപ്പോൾ സെയിം ഡെക്കറേഷൻസ് തന്നെയാണ് ഈ പ്രാവശ്യം നമ്മൾ ചെയ്യുന്നത്. ആ ക്രിസ്മസ് ട്രീന്ന് സ്നോ പെയ്തതാണ് ഇത്രയും. അപ്പോൾ അത്രയും ഞാൻ തൂത്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓരോ ഹാങ്ങിങ്സ് വെക്കാനായിട്ട് തുടങ്ങി. ആദ്യം കുഞ്ഞു ബോൾ വെച്ച് തുടങ്ങി, പിന്നെ വലിയ ബോൾസായി, പിന്നെ ബോയായി, ബെല്ലായി, അങ്ങനെ ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ട്രീനെ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് ഡൈനിങ് ടേബിളിൻ്റെ മണ്ടയ്ക്കാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഡൈനിങ് ടേബിൾ എന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് ഡൈനിങ് ടേബിളാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനും അച്ഛനും ഡൈനിങ് ടേബിൾ ഇരുന്ന് കഴിച്ചിട്ടില്ല ഈ വീട്ടിൽ വന്ന ശേഷം. അപ്പോൾ ആ ഒരു ഡൈനിങ് ടേബിളിന് മുകളിലായിട്ട് ഈ ഒരു ക്രിസ്മസ് ട്രീ വെക്കാമെന്ന് വെച്ചു. ആ ഒരു ഡൈനിങ് ടേബിളിൽ ഫ്രൂട്ട് ബാസ്ക്കറ്റ് ആയിരുന്നു ഇരുന്നത്. അപ്പോൾ അത് അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് അവിടെ ഇപ്പോൾ ട്രീ പ്ലേസ് ചെയ്യാമെന്ന് വെച്ചു. കാരണം അതൊരു ബെസ്റ്റ് പ്ലേസ് ആണ് ട്രീ പ്ലേസ് ചെയ്യാനായിട്ടുള്ളത്. വെളിയിൽ നിന്ന് വരുന്ന ആ ഒരു ടൈമിൽ ഈ ഒരു ട്രീ ഒക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ ഇതെടുത്ത് വെക്കാമെന്ന് വെച്ചു. ഇത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എവിടുന്നോ ഒരു നല്ല വെയിലൊക്കെ കയറി വന്നു. അന്നേരത്തേക്കേ ഉള്ള ഒരു വ്യൂ ആണ് ഇത്. ഇത് നല്ല രസമില്ല കാണാൻ. ഈ ഒരു കളർ കോംബോ ഭയങ്കര രസമാണ്. ഇത് നേരിട്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഈ ഒരു വെയിലൊക്കെ അടിക്കുമ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു അതൊന്ന് കാണാനായിട്ട്. പിന്നെ ഞാൻ ട്രീ ഇതാ ഇപ്പോൾ ഡൈനിങ് ടേബിൾ മുകളിലോട്ട് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ട്രീൻ്റെ ആ ഒരു സ്കേർട്ട് ഞാൻ മേടിച്ചിട്ടില്ലായിരുന്നു. പകരം ഞാൻ സ്നോ ബ്ലാങ്കറ്റ് പൗണ്ടാൻഡിൽ നിന്ന് മേടിച്ചാണ്. അതൊരു 1 പൗണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ബ്ലാങ്കറ്റ് വെച്ചിട്ട് ആ ഒരു ലെഗ്സ് ഒന്ന് കവർ ചെയ്യാമെന്ന് വെച്ചു. പക്ഷേ ഒരു കുഞ്ഞ് ബ്ലാങ്കറ്റാണ് കേട്ടോ. അങ്ങനെ എന്താ ഇത്രയും ഒരു പോർഷൻ ഞാൻ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ ഞാൻ എന്തെങ്കിലും ഒക്കെ ഡെക്കറേഷൻ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ഈ ഒരു മാലയുണ്ടല്ലോ, ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല. ഈ ഒരു മാലയുടെ ഒരു റെഡ് കളറുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ബൗണ്ടറിയിൽ ഒന്ന് വെക്കാമെന്ന് വെച്ചു. കാരണം ഇൻ കേസ് കാറ്റടിച്ചാൽ അത് പറക്കാനായിട്ട് ചാൻസസ് ഉണ്ട്. പിന്നെ അതിൻ്റെ നടുക്കായിട്ട് ആ ഒരു കുഞ്ഞ് ഗിഫ്റ്റ്സ് ഒക്കെ വെക്കാമെന്ന് വെച്ചു. ഇതൊരു ടേബിൾ റണ്ണറാണ്. അപ്പോൾ ഈ ഒരു കാണുന്ന വലിയ ടേബിളുണ്ട്, ഈ ലാമ്പ് ഇരിക്കുന്ന ടേബിൾ, ആ ഒരു ടേബിളിലോട്ട് ഈ ഒരു ടേബിൾ റണ്ണർ വെക്കാമെന്ന് വെച്ചു. അതുമ്പോൾ പിന്നെയും കാണാൻ നല്ല രസമുണ്ടായിരിക്കും. കാരണം ഈ ഒരു ടേബിളിൽ പ്രത്യേകിച്ച് അങ്ങനെ നമ്മൾ വിരികളൊന്നും വെച്ചിട്ടില്ലായിരുന്നു. പിന്നെ ത്രൂ ഔട്ട് വൈറ്റ് അല്ലേ, എല്ലാ ദിവസവും വൈറ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്തുന്ന ക്രിസ്മസിന് ഒരു എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷൻ ചെയ്യാമെന്നുള്ള രീതിയിൽ ഈ ഒരു ടേബിൾ റണ്ണർ അവിടെ വെക്കാമെന്ന് വെച്ചു. എനിക്ക് ആ ലാമ്പ് അവിടെ നിന്ന് എടുത്ത് മാറ്റിക്കൊള്ളാമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ആ ലാമ്പ് അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ ലാമ്പിൻ്റെ അടുത്ത് എവിടെ വെക്കുമെന്നായിരുന്നു എൻ്റെ ഒരു ഡൗട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്ത് ആ ലാമ്പ് അവിടെ തന്നെ ഇരിക്കട്ടെ എന്നുള്ളത്. ഇനിയിപ്പോൾ ടേബിളിൻ്റെ മണ്ടയ്ക്കുള്ള ഡെക്കറേഷൻസ് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ആ ഇരുന്ന ഫ്രൂട്ട് ബാസ്ക്കറ്റാണ് അവിടെ കൊണ്ട് വെച്ചേക്കുന്നത്. കാരണം അതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഞാൻ കൊണ്ട് വെക്കണമല്ലോ. പിന്നെ ഒരു കുഞ്ഞ് സാന്റാക്ലോസിൻ്റെ ഒരു ലാമ്പുണ്ട്. പിന്നെ നമ്മുടെ ആ ബാക്കി ക്യാൻഡിൽസ് ഉണ്ടല്ലോ, ആ 5 ക്യാൻഡിൽസ്, ആ ക്യാൻഡിൽസ് ഇങ്ങനെ ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിലായിട്ട് ഒരു കുഞ്ഞ് ലൈറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു കുഞ്ഞ് ഹാങ്ങിങ് സാധനം നമുക്കത് മാറ്റിയിട്ട് മേരി ക്രിസ്മസ് എന്നുള്ള ഒരു ഹാങ്ങിങ് ഇടാം. കാരണം ഇതെനിക്കിടാനായിട്ടുള്ള സ്പേസ് ഇല്ല. അപ്പോൾ അത് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. ഇനിയിപ്പോൾ ലാസ്റ്റ് ഡെക്കറേഷനാണ് നമ്മുടെ ഈ ഒരു ഇൻഡോർ ഗാർഡൻ. അപ്പം ആ ഒരു സൈഡിൽ ഞാൻ നേരത്തെ സമ്മർ സ്പ്രിംഗ് ഡെക്കറേഷനായിരുന്നു ചെയ്ത് വെച്ചത്. അതിനിപ്പോൾ ക്രിസ്മസ് ഡെക്കറേഷൻ ചെയ്യാന്നുള്ള രീതിയിൽ അതും ഞാൻ സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ടേബിൾ ക്ലോത്ത് ഒക്കെ മാറ്റാമെന്ന് വെച്ചാൽ ടേബിൾ ക്ലോത്ത് മാറ്റേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ ക്രിസ്മസിന് ടേബിൾ ക്ലോത്ത് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനത് മാറ്റിയത്. കാരണം ഇതും റെഡ് ആണല്ലോ. അപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ടേബിൾ ക്ലോത്ത് ഒരു ക്ലോത്തിൻ്റെ മെറ്റീരിയലായിരുന്നു. അപ്പോൾ അത് ഞാൻ എടുത്ത് മാറ്റിയിട്ട് ക്രിസ്മസിൻ്റെ ഡെക്കോറുള്ളൊരു ടേബിൾ ക്ലോത്ത് ആണ് വെക്കാനായിട്ട് വന്നത്. പക്ഷെ അത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ. അത് വലിയ ക്വാളിറ്റി ഇല്ലാത്ത സാധനമാണ്. എന്തായാലും അത് ക്രിസ്മസിൻ്റെ അല്ലേന്ന് ഓർത്തുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഒന്ന് വെക്കുന്നത്. അങ്ങനെ അതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്കിനിപ്പോൾ അതൊക്കെ നമ്മുടെ സോഫയുടെ ആ 2 കുഷൻ കവർ മാറ്റാനായിട്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ടേബിൾ ക്ലോത്ത് ആണെങ്കിലും ഭയങ്കര നീളമാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടീപ്പോയാണ്. അത് ടീപ്പോയിലാണ് ഞാൻ ഈ ഒരു ഇത് വിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുകളിൽ ഞാൻ നേരത്തെ ഒരു ഇങ്ങനത്തെ ഒരു ക്ലിയർ പ്ലാസ്റ്റിക് വിരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഈ ടേബിൾ ക്ലോത്തും അങ്ങനത്തെ സാധനത്തിലൊക്കെ ഈ കറിയും അങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെ വരുന്നത് എനിക്ക് ഭയങ്കര ദേഷ്യമുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ഒരു പ്ലാസ്റ്റിക് ടേബിൾ ക്ലോത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ 2 കുഷൻ കവർ മാറ്റിയിട്ട് ക്രിസ്മസിൻ്റെ കുഷൻ കവേഴ്സ് വെക്കാം. അപ്പോൾ ഇതും കഴിഞ്ഞ വർഷം മേടിച്ച് തന്നെയാണ്. ഒരു സാന്റാക്ലോസിൻ്റെ ഉണ്ട്, പിന്നെ ഒരു മേരി ക്രിസ്മസ് ട്രീയുടെ ഉണ്ട്. അപ്പോൾ ആ 2 എണ്ണമാണ് വെച്ചേക്കുന്നത്. അത്രേ ഉള്ളൂ നമുക്ക് ക്രിസ്മസ് ഡെക്കറേഷനായിട്ടുള്ളത്. അപ്പോൾ വീട് ഫുള്ളി ഇനിയിപ്പോൾ ഒരു ക്രിസ്മസ് തീമായിട്ട് വരും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ക്രിസ്മസിനൊക്കെ ടൈമിൽ വീട് ഫുള്ളി ഇങ്ങനെ ക്രിസ്മസ് തീം ഞാൻ വെക്കാനായിട്ട് മാക്സിമം നോക്കും. കാരണം അത് നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ ഫുള്ളൊരു റെഡ് ഗ്രീൻ വൈറ്റ് തീമിലൊക്കെ വരും ആ ഒരു വീട് കാണാൻ. പിന്നെ ഈ പ്രാവശ്യം നമ്മുടെ വീട്ടിലെ സോഫ റെഡ് ആയതുകൊണ്ട് കറക്റ്റ് ക്രിസ്മസിൻ്റെ വൈബിനോട് വരുന്നൊരു സോഫയാണ്. പിന്നെ കേർട്ടൻ ആണെങ്കിലും സെയിം തന്നെയാണ്, റെഡ് ബ്രൗൺ ആണ് കേർട്ടൻ കളർ വരുന്നത്.
അപ്പോൾ ഫുള്ള് ഇതാ സെറ്റായിട്ടാണ്. ഇനിയിപ്പോൾ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് കാണണ്ടേ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ നിങ്ങളെ ഇപ്പം പതുക്കെ കാണിച്ചു തരാം. കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്ന് കടയിലോട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ റേഞ്ചിലാണ് ഈ പ്രാവശ്യം പോകുന്നത്. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ആ കടയിലോട്ട് പോയി ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ തപ്പാൻ തുടങ്ങിയപ്പോൾ ഒരാൾ അവിടെ സ്റ്റക്കായി ഇരിക്കുന്നു. ഫേസ് മാസ്കും ബോഡി ലോഷനും ഓയിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കാട്ടി ഇൻട്രസ്റ്റ് പുള്ളിക്കാണ് കേട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചു, വീട്ടിൽ വന്നു. അപ്പോൾ ഫസ്റ്റ് യോഗേർട്ടാണ് മേടിച്ചത്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് യോഗേർട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സ്മോൾ ബിസ്ക്കറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ 3 കിച്ചൺ റോൾസ് മേടിച്ചു. പിന്നെ ലെനോറിൻ്റെ ക്ലോത്ത് വാഷിംഗ് ലിക്വിഡും ഉപ്പും ഡോവിൻ്റെ ബോഡി വാഷിംഗ് സാധനവും പിന്നെ ഓയില് പിന്നെ റീഡിഫ്യൂസർ പിന്നെ കോമ്പ് ഇങ്ങനത്തെ സാധനങ്ങളാണ് നമ്മൾ മേടിച്ചത്. അപ്പം ഈ ഒരു ഡിഫ്യൂസർ ഞാൻ ടോയ്ലറ്റിൽ വെക്കാമെന്ന് വെച്ചു. അപ്പം നേരത്തെ ടോയ്ലറ്റിൽ വേറൊരു ടൈപ്പ് ഡിഫ്യൂസറായിരുന്നു ഇരുന്നത്. അപ്പോൾ ഈ ഒരു സാധനം ഇപ്പോൾ വെക്കാമെന്ന് വെച്ചു. ഇത് എനിക്ക് അറിയത്തില്ല ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉപയോഗിച്ച് നോക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു 1.5 പൗണ്ടോ അത്ര കണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇതൊന്ന് വെച്ച് നോക്കിയിട്ട് ഞാൻ വേറെ ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതിൻ്റെ അഭിപ്രായം പറയട്ടെ, ഇത് നല്ലതാണോ അല്ല എന്നുള്ളത്. ഇത് വാനിലയുടെ ഒരു സെൻറ്റാണ് വരുന്നത്. ഡെക്കറേഷൻ അല്ല ഇന്നത്തെ ചെയ്തു. അപ്പോൾ ലൈറ്റ് കത്തിയിട്ടുള്ള നിങ്ങൾ ഫൈനൽ റിസൾട്ട് കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം. കണ്ടില്ലേ, നല്ല രസമില്ലേ ഇത് കാണാനായിട്ട്. എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ എൻ്റെ വീട്ടിലും കാണിച്ചു, അച്ചുവിൻ്റെ അമ്മയും കാണിച്ചു. അങ്ങനെ അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. അമ്മ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയായിരുന്നു ഈ ഒരു ഡെക്കറേഷൻ കണ്ടപ്പോൾ. എനിക്കത് ഭയങ്കരമായിട്ട് അങ്ങ് സന്തോഷമായി. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പം നാളെ ഞാൻ പുതിയൊരു വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ, ദിസ് ഈസ് ഡെയിലി ഡയറീസ് ഓഫ് ജെ ആൻഡ് എസ് സൈനിങ് ഓഫ്. ബൈ.